എനിക്ക് ബലമായ സംശയമുണ്ട്. കൂടുതൽ ബലം പിടിച്ച് സൂചി ഓടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ല, ഈ വന്നിരിക്കുന്ന ശിവശങ്കര മേനോൻ 22 വർഷം മുമ്പ് ഇവിടെ നിന്ന് മുങ്ങിയ ശിവശങ്കര മേനോൻ തന്നെയാണോ? താത്താ, ഇത് വല്ല CID മറ്റോ ആയിക്കൂടെ? പിന്നെ ആനമുറ്റത്തുകാരുടെ പുറകെ നടക്കലല്ലേ CID മാരുടെ പണി. CID മാരെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? ഇവനേക്കാൾ കൂടുതൽ CID-കളെ എനിക്കറിയാം താത്ത. CID നസീർ, CID ശൗന്തള, CID ഉണ്ണികൃഷ്ണൻ, BA ഇവരെയൊക്കെ നീ കണ്ടിട്ടുണ്ടോ? അത് കൊള്ളാം. എന്റെ ഫാമിലി ഫ്രണ്ടുകളെ കുറിച്ച് എനിക്കറിയാം. ഇത് ഓൻ തന്നെ, ഒരു സംശയവും വേണ്ട. അതെ, ആളിങ്ങനെ സുന്ദരനാ? ആണോന്നോ? സുന്ദരന്മാരിൽ സുന്ദരൻ. 50 വർഷം മുമ്പ്. ഇപ്പതാ ദൈവനെ പോലെ ഇരിക്കും. അല്ലെങ്കിലും ഈ ജയപാരതി ചങ്കി കൊള്ളണ ചോദ്യങ്ങളെ ചോദിക്കൂ. ഒരു ചായ ദായശോതെ, എന്തൊരു ചൂട്. രാവിലെ ആരെ കുഴിയിലിറക്കാൻ പോയി? ഞാൻ നമ്മുടെ ആനമറ്റം വരെ ഒന്ന് പോയതാ. ശിവശങ്കരമേനോ വന്നിട്ടുണ്ടെന്ന് കേട്ടു, ഒന്ന് കാണാൻ പോയതാ. എന്തോ ഒരു വശപ്പിശക്. തറവാടിനകത്ത് കയറിയില്ലെങ്കിലും റോഡിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാ. അതുണ്ടാവും. ഇനിയിപ്പോ ഉത്സവത്തിന് വിളക്കെടുക്കുന്നത് അങ്ങയുടെ അവകാശമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ചൊറിയും. അപ്പൊ ഈ ഉത്സവത്തിന് അഡീഷണൽ ഒരു വെടിക്കെട്ടൂടി നമുക്ക് പ്രതീക്ഷിക്കാം. കാണാൻ നല്ല ശേലായിരിക്കും. നമ്മളെ കൊണ്ടാവുന്നത് നമുക്കും ചെയ്യാം. ഉത്സവം പൊടിപൂരമാവട്ടെ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നമ്മുടെയും കൂടി കാര്യമാണെന്ന്. 5 വർഷത്തിൽ ഒരിക്കലാ ഉത്സവം. അതാലും കൊലമായ പിന്നെ നമ്മൾ നാട്ടുകാർക്കല്ല എന്റെ ക്ഷീണം എന്ന് വെച്ചോണ്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതിന് അതിന്റേതായ രീതികളൊക്കെ ഇല്ലേ? എന്തായാലും ഇത്തവണത്തെ ഉത്സവത്തിന് വല്ലതും നടക്കുന്ന ലക്ഷണമുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുക, ആ വിളക്കെടുക്കുന്നതിന് ഇത്രയും വലിയ അടിയും പിടിയൊക്കെ എന്തിനാ? ആരെങ്കിലും ഒന്നെടുത്ത് തോളിച്ചു വന്നാ പോലെ. അതല്ലടാ അതിന്റെ കാര്യം. ആനമറ്റം തറവാടിന്റെ തെക്കേ മഠത്തിലിരിക്കുന്ന വിളക്കെടുത്ത് അമ്പലത്തിൽ കൊണ്ടുവന്ന് കത്തിക്കുന്ന ആളാ അടുത്ത 5 വർഷത്തേക്ക് തറവാടിന്റെ മുഴുവൻ അവകാശി. എന്തോരം സ്വത്താണ് തറവാട്ട് വകയിലുള്ളത്. അത് ശരി. അപ്പൊ ഭക്തി മൂത്തിട്ടൊന്നുമല്ല. പിന്നെ അത് ശരിയാ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം മുങ്ങി നടന്ന ശിവശങ്കര മേനോൻ ഈ ഉത്സവം അടുത്തപ്പോ ഒന്ന് വിളക്കെടുക്കണം, ആനപ്പുറത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ എന്തിനാ? ഏതായാലും മൂപ്പ് മുറിയും നോക്കുമ്പോ എന്തോന്ന് മൂപ്പ് മുറയും. ഇത്രയും കാലം തറവാട്ടിലെ കാര്യങ്ങൾ നോക്കിയെടുത്തത് വല്യുണ്ണി ചേട്ടനും കുഞ്ഞുണ്ണി ചേട്ടനാണ്. അപ്പൊ അതിന്റെ അവകാശം അവരിൽ രണ്ടിലൊരാൾക്ക് തന്നെ. അപ്പൊ പിന്നെ അവരിൽ ആര് വേണമെന്നാവും അടുത്ത പ്രശ്നം. വിളക്ക് മാത്രമല്ല, ഈ ലോകത്ത് ഒരു സാധനം രണ്ടുപേർക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. കുറെ നാളായി നിന്നോട് പറയണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്ത് കാര്യം? വിളക്കിന്റെ കാര്യം. ഏത് വിളക്ക്? ഈ വിളക്ക് തന്നെ. അതെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഏത് വിളക്കിന്റെ കാര്യം പറയണേ? ആ വിളക്ക് തന്നെ, ഈ വിളക്ക്. അത് ഞാനല്ലല്ലോ എടുക്കുന്നത്. അല്ലെന്നോ? അപ്പൊ എടുക്കാൻ നോക്കിയോ? എപ്പോ? രണ്ടാളും പോട്ടെ പോട്ടെ. ഇതിന് ബദലിട്ടില്ലേ? പോടാ. രണ്ടാളും പോട്ടെ പോട്ടെ. ഇതിന് ബദലിട്ടില്ലേ? പോടാ. ഇത്രയും കാലം ഇല്ലാത്തൊരു പതിവ് ഇവിടെ നടക്കില്ല എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. എന്തോന്ന് തേങ്ങ ഇടുന്നോ? തെങ്ങുണ്ടായ കാലം മുതൽ ആളുകൾ തേങ്ങ ഇടല്ലേ? അതിപ്പോ എന്താ പുതുമ? അല്ല, എനിക്കൊരു സംശയം. ഈ തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത്? ആദ്യം ഉണ്ടായ തേങ്ങ പിന്നുണ്ടെന്ന് പോയി ഓല വലിക്കണം. തേങ്ങയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് ശിവശങ്കരൻ അളിയന്റെ കാര്യമാണ്. ഇത്രയും കാലമില്ലാതെ ഇപ്പൊ കുടുംബസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കയറി അധികാരം കയ്യിലെടുക്കാനുള്ള ഏർപ്പാടേ. അതെ, അത് വലിയ പ്രശ്നം അല്ലേ? അതെ, പ്രശ്നം. ഞാനത് അന്നേ നിങ്ങളോട് പറയാൻ വന്നതാ. നിങ്ങൾക്ക് ആമ്പോത് പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അതെ, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലേ വലിയേട്ടാ? പിന്നെ നമുക്ക് ഒന്നിച്ചു നിന്നാൽ അളിയന്റെ ഈ നീക്കം മുളയിലേ നുള്ളിക്കളയാം. മുളയിലെ നുള്ളിക്കളയുന്ന എന്തിനാ? മൂടോടെ വലിച്ചു പിഴുത്ത് പീസാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പേച്ച് പാരടാമല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ശിവശങ്കരൻ അമ്മാവന്നായി തറവാടിന്റെ അധികാരം ഏറ്റെടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പോരെ ചിറ്റപ്പം പോയി അടുക്കളയിൽ ഒരു ചായ വാങ്ങിച്ചു. അറിയാത്ത പിള്ളക്ക് ചൊറിയും പറയും. എവിടെയെങ്കിലും ചൊറിച്ചിൽ കാണും. ഈ ചൊറിയാണോ ചെരങ്ങാണോ ആദ്യം ഉണ്ടായത്? അല്ല, കൊരങ്ങാണ് ആദ്യം ഉണ്ടായത്. ഓല വലിക്കണ ഒന്ന് അനങ്ങി വാടേ. താങ്ക് യു. മദന, ഈ മോഷണം ഒരു കുറ്റാണോ? ആണെന്നാ തോന്നുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് ആരും ഒരു വസ്തുവും വാങ്ങുന്നില്ലല്ലോ. ഓടക്കുടൽ ഊതി ആടുകളെ മേച്ചെടുക്കേണ്ട ഈ രമണൻ കന്നുകാലികളെ മോട്ടിച്ചടക്കുന്നു. ഇങ്ങനെ പോയാ നമ്മുടെ കഞ്ഞൂരി മുട്ടോന്നല്ല, മുട്ടി. ഈ കുടിക്കുന്ന കള്ളിന് കൊടുക്കാൻ കാശില്ലെന്ന് അറിയോ നിനക്ക്? കാശുണ്ടേലും നമ്മൾ കുടിക്കും, കാശില്ലേലും നമ്മൾ കുടിക്കും. അതെ, കാശുള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തതിനേക്കാൾ നല്ലത്. അപ്പൊ പിന്നെ കാശുള്ളതിനേക്കാൾ നല്ലതാണല്ലോ കാശില്ലാത്തത്. വലിയ വരണം ഇങ്ങോട്ടിരിക്കാം. ഇരുത്തണ്ട വാടക കാശെടുക്ക. ഉണ്ണിയേട്ടാ, താങ്ക് യു. എന്തിന്? അന്നൊരിക്കൽ ഗോവിന്ദന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെ ഇടികൊള്ളാതെ രക്ഷപ്പെടുത്തില്ലേ? അതിന് താങ്ക്സ്. അപ്പപ്പ കിട്ടുന്ന അടിക്ക് അപ്പപ്പ താങ്ക്സ് പറയണം, അല്ലാതെ 6 മാസം കഴിഞ്ഞിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുൻകൂറായിട്ടൊരു താങ്ക്സ് പറയാം. എന്തിന്? ഇപ്പൊ മോന്തിയ കള്ളിന് കൊടുക്കാൻ കാശില്ല. ഈ മീശയുടെ കയ്യിൽ നിന്ന് അടി ഉറപ്പാ.
നീ എത്ര കഴിച്ചു? ഞാൻ 4 നീയോ? ഞാൻ 3 കുപ്പി 7 മുട്ടായി. അയ്യോ പാവം പാവം. ഇവരുടെ കാശ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടി കൊടുത്ത് മേടിച്ചോ. എന്തിനാടാ കാൽ കാശല്ലാതെ ഷാപ്പിൽ കരുതി ഇറങ്ങുന്നേ? ഇവന്മാരുടെ കൂമ്പ് പിടിച്ചിലേക്ക് കാശ് വാങ്ങിച്ചോ. എന്താ പ്രേമലേഖനം വായിച്ച് രസിക്കുകയാണോ? ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെയുള്ള പ്രേമലേഖനമാണ്. രണ്ടുപേർക്കും കൂടി ഒരു പ്രിയപ്പെട്ട ആനമുറ്റത്തെ ഉണ്ണിമാർ അറിയുന്നതിന് അമ്മാവന്റെ മകളായി തറവാട്ടിൽ അവതരിച്ചിരിക്കുന്ന ജയലക്ഷ്മി വേഷമാണ്. അവളുടെ ഉദ്ദേശം തറവാട് സ്വത്തിന്റെ ഒരു ഭാഗം കൈക്കലാക്കുക എന്നുള്ളതാണ്. ജാഗ്രത, ഒരു അഭ്യുദയകാംക്ഷി. ഇതാരാ ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ തന്നയച്ചത്? അയാളെ ഈ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടൊരു ഗുജറാത്തി കട്ടുണ്ട്. മെലിഞ്ഞ് നീണ്ടൊരു കുറ്റിത്താടിക്കാരനായിരുന്നു. താടിയില്ല. താടിയുണ്ട്. താടിയില്ല. താടിയുണ്ട്. ചെയ്ത് കൊടുക്ക്. യാതൊരു പരിചയമില്ലാത്ത ലെറ്റർ മേടിച്ചോണ്ട് വന്നിട്ട് ഇതുപോലെ ലെറ്റർ പോകുമ്പോഴായിരുന്നു ഇപ്പൊ പൊട്ടി തെറിച്ചേനെ. മണ്ടം കൊണാപ്പിള അലവലല്ല. എന്നാലും ആരായിരിക്കും ആ അഭ്യുദയകാംക്ഷി? അതിനെ കുറിച്ചൊന്നും നീ അന്വേഷിക്കണ്ട. എത്രയും പെട്ടെന്ന് ഈ തറവാട്ടിൽ നിന്ന് ആ പെണ്ണിനെ ഇറക്കി വിടണം. വരട്ടെ. ഈ ഊമക്കത്തൊരു തെളിവാക്കാൻ പറ്റില്ല. ശരിയായ തെളിവുകൾ ശേഖരിച്ച് അവൾ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു വിട്ടാൽ മതി. എന്റെ അനിയനാണെങ്കിൽ നിനക്ക് ബുദ്ധിയുണ്ട്. എന്തിനാണ് അതേന്ന് പറഞ്ഞത്? എതിരെ വരുന്നവരൊക്കെ മാറിക്കോ. പറഞ്ഞ വിചാരി എന്തായി? സംഗതി ഒപ്പിച്ചു. എങ്ങനെ ഒപ്പിച്ചത്? ഇങ്ങനെ ഈ കാലി കുപ്പി അല്ല ഉണ്ണിച്ചേട്ടാ, കുപ്പിയിൽ ഇറക്കാന്ന് കേട്ടിട്ടില്ലേ? അതിനുള്ള ഉപകരണമായത്. അതിനവൾ ഇതിനകത്ത് കൊള്ളൂ. ഇനി അഥവാ അവളെ അതിനകത്ത് കുത്തിക്കയറ്റി അതിന് എന്ത് ചെയ്യാനാ? അവളെ കെട്ടാനല്ല, പിന്നെ അവളെ രക്തം ഊറ്റിയെടുക്കാനാ. രക്തം ഊറ്റിയെടുക്കാനോ? എന്തിന്? അവളുടെ അച്ഛൻ ആനമുറ്റത്ത് ശിവശങ്കര മേനോൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പുതിയൊരു പരീക്ഷണമുണ്ട്. IRDP എന്നോ മറ്റാണ് അതിന്റെ പേര്. അവളുടെ രക്തം കൊണ്ട് കൊടുത്താൽ മതി, തന്തേനെ അവര് കണ്ടുപിടിച്ചോളും. എന്റെ അമ്മമ്മയുടെ IRDP രണ്ടും സ്ഥലം. അല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. അവള് കിടന്ന് ഉറങ്ങുമ്പോ കയ്യോ കാലോ വെട്ടി കുറെ രക്തം ഞങ്ങൾ ഊറ്റിയെടുത്തോളാം. കയ്യും വെട്ടണ്ട, കാലും വെട്ടണ്ട. അവൾ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ സമാനായി. നമ്മൾ മെനക്കെട്ടത് വെറുതെ. പോക്കത്തിനെ കാണിക്കരുത്. ആ ചാള പറയുന്നതിന്റെ അവിടെ പറങ്ങി മാങ്ങിയിട്ട് മാറ്റി നല്ല അസൽ കനാൽ പരിങ്ങിയിട്ടും ഒരു വാങ്ങിച്ചോണ്ട് വിട്ടു. ബ്രേക്ക് കൂടെ നന്നായിക്കോ. ഞങ്ങൾ ചവിട്ടുന്നില്ല. പിന്നെ ചുവന്നോണ്ട് പോവാടാ. തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി കേസുകൾ ഇനിയുമുണ്ട്. കസബ സ്റ്റേഷനിലെ കരിമ്പുലി തോമ, കരുവാറ്റയിലെ സുകുമാരക്കുറുപ്പ്, കാഞ്ഞിരപ്പള്ളിയിലെ കഞ്ചാവ് ജോസ്, ഇവരൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഈ പഞ്ചാബ് കേസിന്റെ കയ്യിൽ വന്ന് വീഴും. അതിന്റെ കൂടെ ഈ നിസാര കേസ് കൂടി. ശിവശങ്കര മേനോന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് ഞാൻ കണ്ടെത്തും. അതിനു മുൻപ് പ്രതി കീഴടങ്ങുന്നത് നല്ലത്. സബ് ഇൻസ്പെക്ടർ പഞ്ചാബ് കേസനാണ് പറയുന്നത്. പഞ്ചാബ് അശോകനാ? അപ്പൊ സാർ പഞ്ചാബിലാണോ ജനിച്ചത്? പഞ്ചാബ് അശോകനല്ല, പഞ്ചാബകേശൻ. ഔദ്യോഗിക നിർവഹണത്തെ വഴിതെറ്റിക്കുന്ന ഹീനമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ശിവശങ്കര മേനോനെ ആരാണ് കൊന്നത്? പറയൂ, പ്ലീസ് ടെൽ മീ. എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. നിങ്ങൾക്ക് ആ സത്യം അറിയില്ലെങ്കിൽ പറയണമെന്നില്ല. നിങ്ങൾക്ക് പോവാം. പക്ഷേ ഒന്നുമില്ല. നിങ്ങളുടെ പേരെന്താ? ബാലരാമൻ നായർ. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാനിവിടെ ദേവകിയുടെ സംബന്ധക്കാരനാ. മരിച്ചുപോയ ശിവശങ്കര മേനോനോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നു? ഒന്നുമില്ല. എന്റെയും ദേവകിയുടെയും സംബന്ധം കഴിഞ്ഞാൽ ഒരു 1.5 വർഷമായപ്പോ അല്ലെങ്കിൽ ഇവിടുന്ന് പോയതാ. പിന്നെ ഈടെ വന്നപ്പോ ഒന്ന് കാണണ്ടായി, അത്ര തന്നെ. ഈ പറഞ്ഞ സത്യമെല്ലാം സത്യമായിരിക്കണം. പിന്നെ മാറ്റി പറയരുത്. ആ പോ. സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്ത് സംഭവം? ശിവശങ്കര മേനോന്റെ മരണം എന്ന സംഭവം. അത് ഞാൻ എങ്ങനെ പറയും? അവൻ ചത്ത സമയം പറയാം, എവിടെയായിരുന്നു എന്ന് ഞാനും പറയാം. ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ? എന്തു ബോഡി എന്നാ പറഞ്ഞേ? കേറിപ്പോ. ശിവശങ്കര മേനോൻ ചത്തുപോകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല. അയാൾ മരിച്ചാൽ നിങ്ങളുടെ മകനെ കൊണ്ട് വിളക്കെടുപ്പിക്കാമെന്ന് ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഇല്ല. എന്തു ചോദിച്ചാലും ഇല്ല എന്ന് പറയാൻ നിങ്ങൾ കരുതിക്കൂട്ടി തയ്യാറെടുത്തിരുന്നില്ലേ? ഇല്ല. ഒന്ന് കേറി പോകുന്നുള്ളോ? അയ്യോ, കുട്ടി എന്തിനാ കരയുന്നേ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്നെ അത്രയ്ക്ക് പേടിയാണോ? എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? സുജാതെ, നീ കയറിപ്പോന്നുണ്ടോ? നിന്റെ പേരെന്താടാ? ചന്തു. തുപ്പാക്കി ചന്തു എന്ന് എല്ലാരും വിളിക്കണേ. നിന്റെ അച്ഛൻ എന്താ തോക്കോ? അല്ല. ശിവശങ്കര മേനോനെ കൊന്നതിന് നിനക്ക് എത്ര രൂപ കിട്ടി? ഉറുപ്പേ, വണ്ടിയിട്. ആരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും വന്നാ പറയണേ. സാധനം താഴേക്കിടട്ടെ. ദാഹിക്കുന്നുണ്ടോ? ഒരെളനീര് വേണോ? എന്താണ് മിണ്ടാത്തത്?
എന്നോടാ മതി മതി ഇറങ്ങി വാ, എന്നിട്ടും മുതു കാണിച്ചോട്. കൊലയായിട്ട് അടത്തിട്ട് തരും. ഇതിലേ മൂത്തത് കുറവാ. നീയല്ലേ പറഞ്ഞ 200 എണ്ണം ഇടാൻ പറ്റില്ലെന്ന്. നിനക്ക് കരിക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണല്ലോ. അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാ പറമ്പിലും തെങ്ങ കയറി പൂക്കളെല്ലാം കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ട് അമ്പലത്തില് തെങ്ങിന്റെ മോളാണോടാ കമ്മിറ്റി? ഈ പഞ്ചാബകേശനെ വിട്ടിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. ആരെ വിട്ടിയാക്കുന്ന? ഈ സബ് ഇൻസ്പെക്ടർ പഞ്ചാബകേശനെ. പഞ്ചപാവൻ സാറേ, ഞങ്ങൾ അതിനേക്കാൾ പാവങ്ങളാ. വിശന്നിട്ടാ? വിശക്കുമ്പോ നീക്കൊക്കെ തേങ്ങയാണോ തിന്നുന്നത്? കൂടുതൽ വെച്ചെന്നെ മടലും കൊതുമ്പൊക്കെ തിന്നു. അതിനൊരു ചൊല്ലുണ്ടല്ലോ സാറ്, പയ്യത്തുന്ന തേങ്ങയും തിന്നാ. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയി തിന്ന്. പയ്യെ തിന്നണം. അങ്ങനെ ഇപ്പൊ ആരാന്റെ തേങ്ങ പയ്യെ പയ്യെ തിന്നണ്ട, വണ്ടിയിലോട്ട് കേറ്. നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പയ്യെ പയ്യെ തീറ്റി തരാം പൊന്നു മക്കളെ. പയ്യെ പയ്യെ തിന്നാ. സാറും കൂടെ സഹായിക്കണം.